ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് പനിയും ജലദോഷമൊക്കെ പിടിച്ചു. വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. 3 ദിവസത്തെ പ്രതിഷ്ഠയായിരുന്നു. അവസാനത്തെ ദിവസം സെറ്റ് സാരിയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്തു. ചേച്ചിയുടെ സെറ്റ് സാരിയും ബ്ലൗസുമാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കൂടെ അവിടെ നിന്ന് ഞായറാഴ്ച വിഷു തലേന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. രാത്രി ആയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ ഏട്ടന് വിശക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഈങ്ങാപ്പുഴ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി ഏട്ടനൊരു ഷവർമ്മ കഴിച്ചിട്ടോ. എന്നോട് വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും ഏട്ടൻ്റെ നിന്ന് കുറച്ച് കൈയിട്ട് വരണം. ഈങ്ങാപ്പുഴയിൽ നിന്ന് അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ബാലുശ്ശേരി എത്തിയപ്പോൾ കുറച്ച് മത്താപ്പും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. പടക്കമൊക്കെ ആവശ്യത്തിന് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിലെത്തിയപ്പോൾ വീട് നിറയെ ആൾക്കാരായിരുന്നു. വലിയച്ഛനും കസിൻസും മക്കളും. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ മത്താപ്പവും അതുപോലെ പുത്തിരിയും എല്ലാം കത്തിച്ചു കേട്ടോ. മോൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവൾക്ക് പടക്കമൊക്കെ പൊട്ടുന്ന ഒച്ച കേട്ടപ്പോൾ അവൾക്ക് പേടിയായി. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുഴപ്പമില്ല. സ്മൂത്ത് ഈ ബ്ലൗസ് പീസ് കൊണ്ട് അവൾക്ക് ഇതുപോലൊരു പെറ്റിക്കോട്ട്, ഒരു ഉടുപ്പ് പോലെ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നിനും നീളമില്ലാണ്ടായിപ്പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു. പണിയൊക്കെ തീർത്തു. വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂൻ അയന. അപ്പോൾ ഞങ്ങൾ എല്ലാം എടുത്തു വയ്ക്കുകയാണ്. അമ്മയാണ് രാവിലെ എണീക്കുക. അമ്മയ്ക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ചർച്ചയാണ്. എങ്ങനെയൊക്കെയാണ് വെക്കുക, ഇങ്ങനെ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള ചർച്ച കേട്ടോ. എൻ്റെ സ്പേസ് തീരുന്നവരെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് തന്നെ ഞാനിപ്പോൾ താഴെ വെക്കും. അതെ, ഇതല്ലേ നമ്മളെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. നമ്മൾ അങ്ങോട്ട് നോക്കിന്ന് കാണണം. കൃഷ്ണൻ നമ്മളെ നോക്കണം. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ ഒന്നോട് കളിച്ചിട്ടൊന്ന് ഇങ്ങോട്ട് കളിച്ചിട്ട് അത് ഒരു അത് നിനക്കുള്ള ടാസ്കാണ്. അല്ലേ ഇത് നാലും കൂടെ വെച്ച് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഇനി അമ്മയ്ക്കാണ് ടാസ്ക്. രാവിലെ എണീക്കണം, കുളിക്കണം. സെറ്റ് സാരി കൊടുത്തിട്ടാണ് അമ്മ വിളിക്കാൻ വരിക. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഉറക്കത്തിൽ വന്ന് കണ്ടുപോയി. പിന്നെ കിടന്നുറങ്ങും. അതാണ് ഞങ്ങളുടെ പതിവ്. അങ്ങനെ ഹായ് ബായ് ഒക്കെ പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഉണ്ണിക്കണ്ണന് മാല കെട്ടാനുണ്ട്, തുളസി മാല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, മാല കെട്ടി. അപ്പോൾ സമയം 1 മണിയാണ്. 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കിടക്കുമ്പോൾ. അപ്പോൾ 5 മണിയായപ്പോൾ അമ്മ വന്ന് വിളിച്ചു. ഈ പ്രാവശ്യം വിഷു കൈനീട്ടത്തിനേക്കാൾ കൂടുതൽ വിഷു കോടികളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർപ്രൈസായിട്ട് കൈമാറിയത്. അപ്പോൾ അമ്മയ്ക്ക് ഞാനൊരു നൈറ്റി വാങ്ങിച്ചു. എനിക്കും അയനയ്ക്കും അമ്മ ഒരു 2 ഫ്രോക്ക് നൈറ്റീസ് തന്നു കേട്ടോ. പിന്നെ അവൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മൂഡ് ഓണല്ലായിരുന്നു. പിന്നെ കുറച്ച് മത്താപ്പൊക്കെ കത്തിച്ച് ഞങ്ങൾ എല്ലാവരും പോയി കിടന്നു. അമ്മ കിടന്നിട്ടില്ല, അമ്മ ഉറങ്ങിയിട്ടില്ല. അമ്മയ്ക്ക് ഇന്ന് സദ്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ അമ്മ അടുക്കളയിലേക്ക് പോയി. പക്ഷേ എല്ലാ വിഷുവിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പോയി കിടക്കും. 5 മണിക്കൊക്കെ എണീക്കുന്നുണ്ട്. അപ്പം രാവിലെ ചായ കുടിക്കാൻ സമയമാകുമ്പം എണീറ്റ് വരും. അയനെയാണ് ഉണ്ടാക്കിയത് ചിക്കൻ സ്റ്റ്യൂ. അപ്പോൾ ഒന്ന് വെള്ളയപ്പവും ചിക്കൻ സ്റ്റ്യൂ ആയിരുന്നു രാവിലെ തന്നെ. അമ്മായിയമ്മ റെസ്റ്റ് എടുക്കുന്നു. മരുമകളും പണിയെടുക്കുന്നു. വീട് മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഫ്രോക്ക് നൈറ്റ് ഇട്ടു കേട്ടോ. ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ പോയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെ അടുത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തു. ഞാനും അവളും ഇതാട്ടോ ഇട്ടത്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ നമുക്കൊന്ന് പുറത്തോട്ട് റോട്ടുമ്പിലേക്കൊക്കെ ഒന്ന് പോകണമെന്ന് കരുതിയാൽ ഇതിട്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ വേറെ ഡ്രസ്സ് മാറ്റണ്ട. അത് വളരെ ഒരു ഉപകാരമുള്ളൊരു സംഭവമാണ്. പിന്നെ എന്താ, നോൺ വെജ് ഇല്ലാത്ത അപ്പോൾ കുറച്ച് പൊരിച്ചു അല്ലേ. അപ്പോൾ കുറച്ച് ഞങ്ങൾ എന്തുണ്ടെങ്കിലും എന്താഘോഷമാണെങ്കിലും എന്തെങ്കിലും സദ്യയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേർച്ച വെച്ച് കൊടുക്കും അച്ഛനും അച്ഛമ്മയ്ക്കും. അങ്ങനെ നേർച്ച വെച്ച് കൊടുത്തു. നേർച്ച വെച്ച് കൊടുക്കുക അച്ഛനും അച്ഛമ്മയ്ക്കും. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് അരി കുടഞ്ഞ് പിന്നെ വാതിൽ പൂട്ടിയിടും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. വാതിലൊന്ന് പൂട്ടിയിടും. അമ്മ നേർച്ച വെച്ച് കൊടുക്കുന്നത് അച്ഛനെ അച്ഛനെ അച്ഛമ്മേനെ ഓർക്കുക. നമ്മൾ കളിക്കുന്നതിൻ്റെ മുന്നേ ഓർക്ക് കൊടുക്കുകയല്ല, ഓരോർക്കാൻ വേണ്ടി. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വാതിൽ തുറന്നു. അപ്പം ഈ നേർച്ച വെച്ച് കൊടുക്കുന്ന ഈ ചോറ് ഒരു നേർച്ച ചോറാണല്ലോ, ഒരു പ്രസാദം പോലെ. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അതെല്ലാവരും കുറച്ച് ഓരോരുള്ള കഴിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ വാരി ആദ്യം ഞാൻ കഴിച്ചു. പിന്നെ എൻ്റെ നാത്തൂന് കൊടുത്തു, എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. എൻ്റെ ഏട്ടൻ ഇപ്പോൾ സ്ഥലത്തില്ല, അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എനിക്ക് വാരി തന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണല്ലോ അല്ലേ, ഒരു സ്നേഹപ്രകടനമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിഷു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വിഷു നന്നായിരുന്നു. വലിയ ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ കഴിഞ്ഞ വിഷു. ഏട്ടൻ എനിക്ക് ചോറ് വാരി കൊടുത്തു. ചോറ് വാരി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന്. അപ്പം ഏട്ടൻ എനിക്കും വാരി തന്നു. പിന്നെ അപ്പോൾ എനിക്കും വാരി തന്നപ്പം ഞങ്ങൾ പറഞ്ഞു അച്ഛൻ അമ്മയ്ക്ക് വാരി കൊടുക്കണം. അപ്പോഴത്തേക്ക് അച്ഛൻ ചോറ് തിന്ന് എണീറ്റായിരുന്നു. അച്ഛൻ വന്ന് അമ്മയ്ക്കും ചോറ് വാരി കൊടുത്തു. അങ്ങനെ ഈ സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് അടുത്ത സന്തോഷം. അമ്മച്ചനും അമ്മമ്മയും വന്നിട്ടുണ്ട്, മാമൻ്റെ മോനും വന്നിട്ടുണ്ട്, ഗൗതം. അപ്പോൾ ഇവരൊക്കെ വന്നപ്പം അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിന് കിഷോറേട്ടന് പോവാൻ സമയമായി, ബാംഗ്ലൂർക്ക് പോകണം. അപ്പം വീട്ടിലേക്ക് പോവുകയാണ്. മാത്രമല്ല അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് ചുരിദാർ ഞാൻ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചുരിദാർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോകണം. അവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്, അവർ ചുരിദാർ എടുക്കും. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അയനേൻ്റെ വീട്ടിൽ പോവാണ്ട് അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസ് പായസം കുടിച്ചു ഞാൻ. പിന്നെ ഏട്ടൻ കുറച്ച് ബിരിയാണി കഴിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബിരിയാണി കഴിച്ചില്ല. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയില്ല. അത് അപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദനയൊക്കെ എടുത്തോണ്ട് ഞാൻ പിന്നെ പോയില്ല. എല്ലാവരും എന്തൊക്കെയോ കോമഡി പറഞ്ഞ് ചിരിക്കുകയാണേ. ചിക്കൻ സ്റ്റൂൾ ഉപ്പില്ലായിരുന്നു, ഉപ്പ് പിടിക്കാതെ കുഴപ്പമുണ്ടായിരുന്നു. ഫോൺ അടിച്ചു പോയി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇവരും ഇറങ്ങി. ഇവരുടെ ആദ്യത്തെ വിഷുവാണ്. വിഷു ഊട്ടി പോയതൊക്കെയാണ്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ തന്നെ പോന്നു. കാരണം അമ്മച്ചനും അമ്മമ്മയും വന്നതുകൊണ്ട് അവരെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ പോന്നു കേട്ടോ. പിന്നെ കിഷോറേട്ടന് മോളെ ഒന്നും കൂടെ കാണണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഒന്നുകൂടെ പോയി. അവൾക്ക് ഉമ്മയൊക്കെ കൊടുത്തു. കിഷോറേട്ടൻ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പം അച്ഛന് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ പറയാൻ മറന്നു, എല്ലാവർക്കും ഹാപ്പി വിഷു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.